ഇത് ഒരു മൈക്രോബിറ്റെക്സ് വെർഷൻ 4 ആണ്. ഇതിലെ ട്രാൻസിസ്റ്ററുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ബോർഡിൽ നിന്നും അഴിക്കാതെ ട്രാൻസിസ്റ്റർ എങ്ങനെ ചെക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഈ റേഡിയോയിൽ ഈ ഭാഗത്ത് കാണുന്ന ട്രാൻസിസ്റ്ററുകൾ റിസീവർ സെക്ഷനാണ്. ഇത് ട്രാൻസ്മിറ്റ് സെക്ഷൻ, ഇത് റിസീവർ സെക്ഷൻ, ഇത് ട്രാൻസ്മിറ്റ് സെക്ഷൻ. ഇവയിൽ ഓരോന്നിലും 3 ട്രാൻസിസ്റ്റർ വീതം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററുകൾ വർക്ക് ചെയ്യുന്ന അവസ്ഥയിൽ ഇതിൻ്റെ എമിറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. കളക്ടറിലെ വോൾട്ടേജും ബേസിലെ വോൾട്ടേജും നോക്കിയില്ലെങ്കിലും എമിറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ആ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ റേഡിയോയുടെ റിസീവർ സെക്ഷൻ വർക്കിംഗ് ആണ്. ഇതിലെ വോൾട്ടേജ് ഒന്ന് നോക്കാം. നെഗറ്റീവ് പ്രോബ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം റിസീവർ സെക്ഷനിലെ ഓരോ ട്രാൻസിസ്റ്ററിലെയും എമിറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ആ ട്രാൻസിസ്റ്റർ നല്ലതാണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്മിറ്റ് സെക്ഷൻ നോക്കാം. ട്രാൻസ്മിറ്റ് സെക്ഷനിൽ ഇതിൻ്റെ എമിറ്ററിൽ Q40യുടെ എമിറ്ററിൽ 1.63 വോൾട്ട് ഉണ്ട്. Q41ൻ്റെ കളക്ടറിൽ വോൾട്ടേജ് കാണിക്കുന്നു. ബേസിൽ വോൾട്ടേജ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ എമിറ്ററിൽ വോൾട്ടേജ് ഇല്ല. ഇങ്ങനെ എമിറ്ററിൽ വോൾട്ടേജ് കാണിക്കാത്ത ട്രാൻസിസ്റ്റർ ഡാമേജ്ഡാണ്. ഇവിടെ Q40, 41, 42 എന്നിവ ട്രാൻസ്മിറ്റ് സെക്ഷനിലുള്ളതാണ്. Q40 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലും ബേസിലും എമിറ്ററിലും വോൾട്ടേജ് ഉണ്ട്. Q41ൻ്റെ കളക്ടറിൽ വോൾട്ടേജ് ഉണ്ട്, ബേസിൽ വോൾട്ടേജ് ഉണ്ട്, എന്നാൽ എമിറ്ററിൽ വോൾട്ടേജ് ഇല്ല. ഇവിടെ Q41ൻ്റെ എമിറ്ററിലെ വോൾട്ടേജാണ് Q42ൻ്റെ ബേസിൽ വരുന്നത്. അതുകൊണ്ട് അവിടെയും വോൾട്ടേജ് ഇല്ല. കളക്ടറിൽ വോൾട്ടേജ് ഉണ്ട്. ഇത് കണ്ടക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ എമിറ്ററിൽ വോൾട്ടേജ് ഇല്ല. ഇതിൽ Q41 ട്രാൻസിസ്റ്റർ ഡാമേജ് ആണ്.